നമസ്കാരം. ദ ട്രാവൽ വിത്ത് അസിലേക്ക് സ്വാഗതം. ഫോട്ടോഗ്രാഫിയുമായി ബന്ധമുള്ള ഒട്ടുമിക്ക ആളുകൾക്കും അറിയാവുന്ന ഒരു ഫിൽട്ടർ സിസ്റ്റമാണ് നാച്ചുറൽ ഡെൻസിറ്റി ഫിൽറ്റേഴ്സ് അഥവാ ND ഫിൽറ്റേഴ്സ്. അതുപോലെ തന്നെ നാച്ചുറൽ ഡെൻസിറ്റി ഗ്രാജുവേറ്റഡ് ഫിൽറ്റേഴ്സ്, അത്തരം ഫിൽറ്റേഴ്സ് കൂടെ ഉണ്ട്. ഒരു ND ഫിൽറ്റർ സെറ്റിന്റെ അൺബോക്സിംഗ് കാണിക്കാം. എന്താണ് ND ഫിൽറ്റേഴ്സ്, ഗ്രാജുവേറ്റഡ് ND ഫിൽറ്റേഴ്സിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്, അതിനെക്കുറിച്ച് വളരെ ചെറിയ ഒരു വിവരണം തരാം. ഇത് ഒട്ടുമിക്ക ആളുകൾക്കും അറിയാവുന്നതാണ് ഫോട്ടോഗ്രാഫിയായി ബന്ധമുള്ള. ഇനി ചുരുക്കം ചില ആളുകൾക്ക് ഇത് അറിയില്ല, അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫിയിലേക്ക് വരുന്ന ചില ആളുകൾക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണയില്ലെങ്കിൽ അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുക, അതൊന്ന് കാണിക്കുക. ആ ഉദ്ദേശം വെച്ച് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് ലോകത്തെ പ്രശസ്തമായ കമ്പനിയുടെ ലീ എന്ന് പറയുന്ന കമ്പനിയുടെ ഇംഗ്ലണ്ട് മെയ്ഡ് ND ഫിൽറ്റേഴ്സ് ആണ്. ND ഫിൽറ്റേഴ്സ് റെസിൻ ഉണ്ട്, അതോടൊപ്പം ഗ്ലാസ്സിലെ ND ഫിൽറ്റേഴ്സ് ഉണ്ട്. ഇത് റെസിൻ മെയ്ഡ് ആണ്. എന്തായാലും ഈ ND ഫിൽറ്റർ ഇത് ഞാനൊന്ന് അൺബോക്സ് ചെയ്യാണ്. ഇതാണ് ഫിൽറ്ററിൻ്റെ കാറ്റലോഗും അതിനെക്കുറിച്ചുള്ള ചെറിയ വിവരണങ്ങളും ഏതെല്ലാം തരം ഈ ND ഫിൽറ്റേഴ്സ് അവൈലബിൾ ആണ് ഈ ലീ കമ്പനിയുടെ എന്നുള്ളതിനെ കുറിച്ച് ഒരു ലീ ഫിൽറ്ററാണിത്. ഇതാണ് ND ഫിൽറ്റർ വന്ന പാക്ക്. ഇത് 0.3 സോഫ്റ്റ് ആണ്. 0.3 ND സോഫ്റ്റ്. ഇതിൻ്റെ ഡെൻസിറ്റി വളരെ കുറവായിരിക്കും. സോഫ്റ്റ് ഗ്രാജുവേറ്റഡ് ആണ്. നമുക്ക് തുറക്കാം. ഇതാണ് ഫിൽറ്റർ. ഇത് 0.3 ആയതുകൊണ്ട് വളരെ ഇൻറ്റൻസിറ്റി ഇവിടെ കുറവായിരിക്കും. ഇവിടെ പ്ലെയിൻ ഗ്ലാസ് ആണ്. നിങ്ങൾക്കിത് മനസ്സിലാകാം. ഞാനിത് ഇപ്പോൾ മനസ്സിലാകുന്നുണ്ടല്ലോ അതിൻ്റെ ഗ്രാജുവേഷൻ എത്ര സോഫ്റ്റ് ആയിട്ടാണ് വരുന്നത്. അടുത്ത 0.6 എടുക്കാം. ഈ സിസ്റ്റം 100x150 മില്ലിമീറ്റർ ഉള്ളതാണ്. അതായത് 10 സെൻറ്റിമീറ്റർ 15 സെൻറ്റിമീറ്റർ, 10 സെൻറ്റിമീറ്റർ വീതി 15 സെൻറ്റിമീറ്റർ നീളം. ഇത് കുറേക്കൂടെ ഇൻറ്റൻസിറ്റി കൂടിയതാണ്. നേരത്തെ കണ്ടതിനേക്കാൾ അല്പം കൂടെ ഇൻറ്റൻസിറ്റി കൂടുതലാണ് ഇതിൻ്റെ ഡാർക്ക് ഏരിയയിൽ. അത് കണ്ടാൽ മനസ്സിലാവും. ഇത് ഇൻറ്റൻസിറ്റി കുറഞ്ഞത്, ഇത് ഇൻറ്റൻസിറ്റി കൂടിയത്. അത് അതിൻ്റെ ഡാർക്കർ ഏരിയ കുറെ കൂടി ഡാർക്കാണ്. 0.3 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതാണ് ND ഫിൽറ്റേഴ്സ് 3 എണ്ണം. 0.3, 0.9 and 0.6. ഇത് ഉപയോഗിച്ചുള്ള ഫോട്ടോഗ്രാഫ്സ് അല്ലെങ്കിൽ ഇതിൻ്റെ ഉപയോഗം അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കുന്നതാണ്. അപ്പോൾ ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ, ഇപ്പോൾ ഒരു ലാൻഡ്സ്കേപ്പിൽ സ്കൈ പൊതുവെ അത് ലൈറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ ആ ലാൻഡ്സ്കേപ്പിൽ സ്കൈയുടെ ഓവർ എക്സ്പോഷർ കൺട്രോൾ ചെയ്യാനുള്ള ഫിൽറ്റർ സിസ്റ്റമാണ്. ഇതിന് പ്രത്യേകതരം ഹോൾഡറുണ്ട്. ആ ഹോൾഡറിൽ ഇത് സ്ലൈഡ് ചെയ്ത് നമുക്ക് ആവശ്യത്തിന് എവിടെ വരെ ഡാർക്ക് ആവണം അത്രയും താത്തും, അല്ലെങ്കിൽ അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് മുകളിലോട്ട് താഴേക്കാക്കി നമ്മൾ ലാൻഡ്സ്കേപ്പിന് വേണ്ട വിധത്തിലുള്ള എക്സ്പോഷർ കൺട്രോൾ ചെയ്യാനുള്ള ഫിൽറ്റർ സിസ്റ്റമാണിത്. ഇത് ഒരു ND ഫിൽറ്ററാണ്. 10 സ്റ്റോപ്പർ അല്ലെങ്കിൽ ബിഗ് സ്റ്റോപ്പർ എന്നൊക്കെ പറയുന്ന ND ഫിൽറ്ററാണ്. ഇത് ഇത്രയും ഡാർക്കാണ്. ലോങ് എക്സ്പോഷർ ഇമേജ് എടുക്കണമെങ്കിൽ ആ സമയങ്ങളിൽ നമുക്ക് ഈവനിങ് ടൈമിലോ അല്ലെങ്കിൽ ഏർലി മോർണിംഗ് ടൈമിലോ നമ്മൾ പോയി ഷൂട്ട് ചെയ്യണം. അപ്പോൾ ചെറിയ കളർ വേരിയേഷൻ വരും. അതായത് ഈവനിങ് അല്ലെങ്കിൽ ഈ ടോൺ ആൻഡ് ഡസ്ക് ടൈമിൽ ഒരു ബ്ലൂയിഷ് ടോൺ ഇമേജിൽ വരും. അത് അവോയ്ഡ് ചെയ്യാൻ കുറെ കൂടെ ഡേ ടൈമിൽ നമുക്ക് ഷൂട്ട് ചെയ്യാം. ആ ഡേ ടൈം ഷൂട്ട് ചെയ്യേണ്ട സമയത്ത് നമുക്ക് വേണ്ട ലോങ് എക്സ്പോഷർ കിട്ടണമെങ്കിൽ അതിന് വേണ്ട ഫിൽറ്ററാണ് ഈ നാച്ചുറൽ ഡെൻസിറ്റി ഫിൽറ്റർ. ഇത് 10 സ്റ്റോപ്പ് വരെ കിട്ടുന്ന ഫിൽറ്ററാണ്. ഇനി ഇതിൻ്റെ ഹോൾഡർ ഇതാണ്. ഇത് ലെൻസിൽ മൗണ്ട് ചെയ്യും. ഇത് 77 mm ഡയമീറ്റർ ലെൻസുകൾക്കുള്ള ഹോൾഡറാണ്. ഈ ഹോൾഡർ ഈ സിസ്റ്റത്തിൽ ഇതിങ്ങനെ ഓരോ ഫിൽറ്റേഴ്സ് സ്ലൈഡ് ചെയ്യും. ഇപ്പോൾ ഇതിൽ 3 ഫിൽറ്റർ വരെ സ്ലൈഡ് ചെയ്യാം. ടൈറ്റ് ഇങ്ങനെ സ്ലൈഡ് ചെയ്യും.
ഇപ്പോൾ തന്നെ ആ റൗണ്ടിൽ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ആവശ്യത്തിന് കൂട്ടോ കുറക്കോ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഇത് ഉപയോഗിച്ചുള്ള വർക്കുകൾ ഷൂട്ട് ചെയ്യുന്ന ഫോട്ടോഗ്രാഫ്സ് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം.